വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. പരിക്കേറ്റ് 21 പേർ വർക്കല താലൂക്ക് ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുമായി ചികിത്സയിൽ. 2 പേരുടെ നില ഗുരുതരം. നൂറുകണക്കിന് ആളുകൾ ബ്രിഡ്ജിൽ ഒരേ സമയം കയറിയതിനെ തുടർന്നാണ് ബ്രിഡ്ജ് തകർന്നത്. ബ്രിഡ്ജിൽ കെട്ടിയിരുന്ന കയറിന് കാലപ്പഴക്കമുള്ളതായി ലൈഫ് ഗാർഡുകൾ പറഞ്ഞു. വലിയ തിരകൾ ഉണ്ടായിട്ടും കൂടുതൽ പേർ ബ്രിഡ്ജിൽ കയറ്റിയത് സുരക്ഷ കണക്കിലെടുക്കാതെയാണെന്ന് പ്രദേശവാസി വ്യക്തമാക്കി. വിവരങ്ങളുമായി ടിൻഡുദാസ് ചിരികാണ്. ടിൻഡു, ഈ സാഹചര്യത്തിലാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നത്. കണക്കിൽ അധികം ആൾക്കാരെ കയറ്റത് തന്നെയാണോ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചത്? ഒപ്പം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയും എങ്ങനെയാണ്? കുറച്ച് മണിക്കൂറുകൾ മുമ്പാണ് വർക്കല കടലിന് കുറുകെ സ്ഥാപിച്ചിരുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നത്. ഇന്ന് ഏതാണ്ട് 100-ലധികം ആളുകൾ ഒരേ സമയം ബ്രിഡ്ജിൽ കയറിയതാണ് ഇത്തരത്തിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകരാനുണ്ടായ കാരണമെന്ന് പറയും. അതോടൊപ്പം തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടൽ തീരവുമായി അല്ലെങ്കിൽ തീരത്തേക്ക് ബന്ധിപ്പിച്ചിരുന്ന കയറിന് കാലപ്പഴക്കം ഉണ്ടായതായിട്ടും കണ്ടുനിന്നവരും അതോടൊപ്പം തന്നെ ലൈഫ് ഗാർഡുകളും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബ്രിഡ്ജിൽ കയറുന്ന സമയത്ത് തന്നെ പ്രദേശവാസികളും അതുപോലെ തന്നെ തീരത്തുണ്ടായിരുന്നവരും നേരത്തെ അറിയിച്ചിരുന്നു. കടൽ വളരെ മോശം അവസ്ഥയിലാണ്. സാധാരണയിലും അസാധാരണമായ രീതിയിൽ തിരമാല ഉയരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആളുകളെ കയറ്റിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് ചികിത്സ ഈ പാലത്തിൽ കയറിയ ഭൂരിഭാഗം ആളുകളും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. ഈ 22 പേരെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ഈ വർക്കല താലൂക്ക് ആശുപത്രിയിലും ESI ആശുപത്രിയിലും ഒക്കെ ആയിട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇവർ 2 പേരെ ഋഷഭിനെയും അതുപോലെ തന്നെ ഈ തമിഴ്നാട് സ്വദേശി ഋഷഭിനെയും ശ്രീവിദ്യയെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് എന്ന് വേണം ഇതുവരെ കിട്ടിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ പ്രദേശവാസികൾ തന്നെ പറയുന്നത് മാസങ്ങൾക്ക് മുമ്പാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഈ പ്രദേശത്ത് ഈ തിരമാലകൾ കൂടുതലുള്ള സ്ഥലമാണ്, ഒഴുക്കും കൂടുതലുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള ബ്രിഡ്ജ് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും എതിർപ്പ് അറിയിക്കുന്നു. പക്ഷേ ഈ എതിർപ്പൊക്കെ വകവയ്ക്കാതെയാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. മാസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂർ ചാവക്കാട് സമാനമായ രീതിയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് 2ആയിട്ട് തകർന്നത്. അതും ഈ മോശം തിരമാലയും കാലാവസ്ഥയുടെ ഒക്കത്തിലൂടെ തന്നെയാണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ കണക്കാക്കാതെയാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ടെത്തിയാണ് പാലം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം സുരക്ഷാ മാനദണ്ഡങ്ങൾ ശരിയായ രീതിയിൽ പാലിക്കുന്നുണ്ടോ, അതുപോലെ ഈ മേഖലയിൽ ഗൈഡുകൾ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വകുപ്പ് ശ്രദ്ധ ചെലുത്താതെ അത് പല പ്രാവശ്യം ജനം TV തന്നെ വാർത്തയാക്കിയിട്ടുള്ളതാണ്. ഈ മേഖലയിലെ അനാസ്ഥ, വിനോദസഞ്ചാര വകുപ്പ് കാണിക്കുന്ന അനാസ്ഥ നമ്മൾ തന്നെ വാർത്തയാക്കിയിട്ടുള്ളതാണ്. വിദേശികളും സ്വദേശികളുമായിട്ട് നിരവധി ആൾക്കാരാണ് ഈ വീക്കെൻഡുകളിൽ ശനിയും ഞായർ ദിവസങ്ങളിൽ ഈ ക്ലിഫ് ഭാഗത്തേക്ക് എത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ആണ് ഈ ബ്രിഡ്ജിലേക്ക് ആളെ കയറ്റിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കടലിൽ നിന്നും അകത്തേക്ക് ഒഴുകിക്കിടക്കുന്ന ഭാഗമാണ് തകർന്നത്. ഈ ഭാഗത്തു നിന്നും തീരത്തേക്ക് കെട്ടിയിരിക്കുന്ന കയറിന് കാലപ്പഴക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കടലിനുള്ളിലേക്കുള്ള ഭാഗത്തായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പാലം പൊട്ടുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ആഴം കൂടിയ ഭാഗത്താണ് വീണിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളും അതുപോലെ പോലീസും ഒക്കെ ചേർന്ന് ഇവരെയൊക്കെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റു ദുരന്തങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അത് അത്തരത്തിലുള്ള ദുരന്തങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ ഭാഗ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിലവിലിപ്പോൾ 22 പേര് ആശുപത്രി ചികിത്സയിലാണ്. ഈ മേഖലയിലേക്ക് പൂർണ്ണമായിട്ടും ഈ കൂടുതൽ ആളുകൾ എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിലവിലിപ്പോൾ ഈ പൊളിഞ്ഞ പാലം ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇനി അതിന് പകരമായിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് പൂർണ്ണമായും തകർന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. യെസ്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് പൂർണ്ണമായും തകർന്നത്. 22 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരവുമാണ്. ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്.